ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ثم أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. واتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين. എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഗ്‌രിബിന് മുമ്പ് തുടങ്ങിയ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ സെഷനിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് അഥവാ കൊല്ലം ജില്ലയുടെ ഏറ്റവും കിഴക്കേ അറ്റമായ കുളത്തൂപ്പുഴ എന്ന ഈ പ്രദേശത്തെ കവലകളിൽ ഇരുന്നു കൊണ്ട്, കടകളിൽ ഇരുന്നു കൊണ്ട്, ഓട്ടോകളിൽ ഇരുന്നു കൊണ്ട്, വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട്, അതോടൊപ്പം തന്നെ എൻ്റെ മുന്നിൽ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഈ സംസാരം ശ്രമിക്കുന്ന മാന്യ സഹോദരങ്ങളോട് നമ്മളിവിടെ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് അതിന്റെ മുന്നോടിയായി വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഈ സംസാരത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിക്കുന്നത്. ഇതിനെ ഒരു മുൻധാരണയോടുകൂടി ആരും സമീപിക്കരുത് എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാമൃതങ്ങളും സലഫു സാലിഹീങ്ങളുടെ വ്യക്തവും കൃത്യവുമായ ചരിത്രങ്ങളാണ് ഇവിടെ അപഗ്രഥിക്കുന്നത്. നമ്മുടെ സംസാരങ്ങളിൽ ഒരിക്കലും കളവ് വരാതിരിക്കാൻ ബോധപൂർവമായോ അല്ലാതെയോ സംസാരങ്ങളിൽ കളവിന്റെ ഒരു ലാഞ്ചന പോലും വരാതിരിക്കാൻ സസൂക്ഷ്മം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്.
അബദ്ധത്തിൽ വല്ല സ്ഖലിതങ്ങളും സംഭവിച്ചാൽ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ റമദാൻ ആകുന്ന സന്ദർഭത്തിലും നമ്മൾ അഖിലൻ റമദാൻ എന്ന പേരിൽ മുസ്ലിം സംഘടനകൾ, വ്യത്യസ്തങ്ങളായ മുസ്ലിം സംഘടനകൾ, പ്രസ്ഥാനങ്ങളൊക്കെ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ചും കവലകൾ കേന്ദ്രീകരിച്ചും അടച്ചിട്ട ഹാളുകളിൽ ഒക്കെ കേന്ദ്രീകരിച്ചുമൊക്കെ ഈ പ്രോഗ്രാമുകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്കറിയാം, റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്നാൽ അതിനേക്കാൾ നിർബന്ധമാണ് നമസ്കാരം. എന്നാൽ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ അഖിലൻ അസ്വലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാഷണം നമ്മൾ നടത്താറില്ല. നമ്മൾ എന്തുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് അഖിലൻ ഹജ്ജ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നില്ല? ഇസ്ലാമിൽ നോമ്പല്ലാത്ത പല നന്മകളും പല സൽക്കർമ്മങ്ങളുമുണ്ട്. പക്ഷെ അവയ്ക്കൊന്നും കൊടുക്കാത്ത വലിയ പ്രാധാന്യമാണ് നോമ്പിന് നമ്മൾ നൽകുന്നത്, റമദാനിന് നമ്മൾ നൽകുന്നത്. അതെന്തുകൊണ്ടാണ്? ഞാനും നിങ്ങളും തുടങ്ങി വെച്ചതല്ലത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ജീവചരിത്രത്തിൽ, അവിടുത്തെ സംസാരത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. റമദാനിന് മുന്നോടിയായി സ്വഹാബത്തിനെ വീണ്ടും ആവേശം കൊള്ളിച്ചുകൊണ്ട് കർമ്മപഥത്തിൽ സജീവമാകാനുള്ള ആജ്ഞാനങ്ങളും പ്രവാചകന്റെ കൽപ്പനകളും പരിശുദ്ധമായ റമദാനിന്റെ മുന്ന് ശഅബാൻ മാസത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ചുവട് പിടിച്ചാണ് നമ്മൾ ഇവിടെ ഈ പ്രോഗ്രാം തന്നെ സംഘടിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ മാസമായ റമദാൻ മാസം, നമുക്കറിയാം 4 പരിശുദ്ധ മാസങ്ങളാണ്, വിശിഷ്ടങ്ങളായ മാസങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ ആ വിശിഷ്ടങ്ങളായ പരിശുദ്ധങ്ങളായ മാസങ്ങളിൽ ഒന്ന് റമദാൻ മാസമല്ല, അതിലൊന്നും റമദാൻ പെടില്ല. പക്ഷെ എങ്കിലും പുണ്യമായ മാസമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, പരിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ച ഈ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നതുകൊണ്ടാണ്. കാരണം ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ പ്രത്യേകതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സഹാബത്തിനെ ആവേശം കൊള്ളിപ്പിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അദാ അതാകും റമദാൻ, റമദാനാണ് നിങ്ങൾക്ക് വരുന്നത്. ശഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാണ്. മറ്റു മാസങ്ങൾക്കൊന്നും അനുഗ്രഹമില്ല എന്നല്ല, പക്ഷെ ഈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മാസത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടപ്പെട്ട മാസമാണ്. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. മനുഷ്യനെ തിന്മയിലേക്ക്, തെറ്റിലേക്ക്, അബദ്ധസഞ്ചാരങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മർക്കടമുഷ്ടിക്കാരായ പിശാചുക്കളെ ബന്ധിക്കുന്ന മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിനാണ് സഹോദരങ്ങളെ നമുക്കൊരു റമദാൻ മാസത്തിലൂടെ ഈ പ്രത്യേകതകൾ അല്ലാഹു നമുക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ്. നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന മുൻഗാമികൾ, ലോകത്ത് 300 കൊല്ലം, 400 കൊല്ലം, 500 കൊല്ലം, 800 കൊല്ലം, 900 കൊല്ലമൊക്കെ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. നമ്മളെക്കാളൊക്കെ നല്ല ആരോഗ്യത്തിന്റെ ഗാത്രരായിരുന്ന മനുഷ്യരായിരുന്നു അവർ. നമ്മളെക്കാളൊക്കെ കപ്പാസിറ്റി ഉള്ളവരായിരുന്നു, നമ്മളെക്കാളൊക്കെ സ്റ്റാമിന ഉള്ളവരായിരുന്നു, നമ്മളെക്കാളുമൊക്കെ നോമ്പിന്റെ ദൈർഘ്യം കൂടിയവരായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന നോമ്പാണ്. ആ ഒരു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന നോമ്പ് മുൻഗാമികൾക്കുണ്ടായിരുന്നു. 24 hours അവർക്ക് നോമ്പായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മുടെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകൽ സമയത്ത് മാത്രമാക്കി നോമ്പിന്റെ ആ സമയത്തെ ഒതുക്കി തന്നുവെങ്കിൽ മുൻഗാമികൾ നേടിയെടുത്ത പുണ്യങ്ങളിലേക്ക് പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹ മാസത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ആ മുൻഗാമികളെ കവർ ചെയ്യാനുള്ള, അവരെ കവച്ചു വെക്കാനുള്ള നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ
നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ പ്രായം അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ആവറേജ് പ്രായം എന്ന് പറയുന്നത് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അഥവാ 60-70 വയസ്സാകുമ്പോഴേക്കും ഏകദേശം മരണത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ടാകും. 70 വയസ്സ് കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അപാരമായ പ്രത്യേകമായ ഒരു കരുതലോ അല്ലെങ്കിൽ റബ്ബിന്റെ ഇളവോ ആണെന്ന് മാത്രം പരിഗണിച്ചാൽ മതി. ഈ 60-70 കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ഒരു കാലമാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതു സമയവും മരണം നിങ്ങളിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് ആ മരണത്തിന് മുമ്പ് തുച്ഛമായ ഈ കാലാവധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്ത് നല്ല മനുഷ്യരായി നന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മരിക്കുവാൻ ശ്രമിക്കണമെന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് ഈ ജീവിതത്തിന്റെ ഹ്രസ്വമായ കാലഘട്ടത്തെ കുറിച്ച്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ അവിടുന്ന് തുറന്നിടപ്പെട്ട കേവലം ഒരു മണൽ കൊണ്ട് പരത്തപ്പെട്ട ഒരു കട്ടിലിൽ ലോകത്തിന്റെ പ്രവാചകൻ കിടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭൂമിയിലും അതുപോലെ തന്നെ മണ്ണും തമ്മിൽ മറയ്ക്കാവുന്ന തടസ്സമുണ്ടാക്കാവുന്ന ഒരു വിരിപ്പ് പോലും ഇല്ലാതെ പ്രവാചകൻ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, മാർദ്ദവമുള്ള ഒരു വിരിപ്പോ കിടക്കയോ ഞങ്ങൾ അങ്ങേക്ക് തയ്യാറാക്കി തരട്ടെ? ലോകത്തിന്റെ പ്രവാചകൻ മറുപടി കൊടുക്കുകയാണ്, എന്തിന്, ആർക്കാണ്? അതിൽ കിടന്നിട്ട് സുഖം പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ നശ്വരതയെ കുറിച്ചുള്ള ചിന്തകൾ അകന്നു പോകുമെന്നറിയാവുന്ന ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാണ്, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ്? ഈ ദുനിയാവും ഞാനും തമ്മിൽ എന്തു ബന്ധം സ്ഥാപിക്കാനാണ്? സുഖദായകമായ വിരിപ്പിൽ കിടന്നുകൊണ്ട് എത്ര കാലം എനിക്ക് കിടക്കാൻ സാധിക്കും? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ ഖറാഖിബിൻ, അതേ, ഞാനൊരു യാത്രക്കാരനെ പോലെ മാത്രമാണ്. ഈ ദുനിയാവിലേക്ക് കടന്നു വന്ന ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ്. ഇസ്തദല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ വതറകഹാ, അതേ, സുദീർഘമായ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്കിടയിൽ ഒരു മരത്തണല് കണ്ടാൽ ആ മരത്തിന്റെ തണലിലേക്ക് അല്പസമയം ഒന്ന് വിശ്രമിക്കുവാൻ എടുക്കുന്ന സമയം, അത് മാത്രമാണ് ഈ ദുനിയാവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ആശ്വാസം ലഭിക്കുമ്പോൾ, അതേ, ക്ഷീണം മാറുന്ന സമയത്ത് അവിടെ നിന്നും വിട്ടുപോകേണ്ടുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഈ ലോകത്തെ ഞാൻ കാണുന്നതെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന സഹാബി, ഇബ്നു ഉമർ എന്ന സഹാബിക്ക് ലോകത്തിന്റെ പ്രവാചകൻ നൽകുന്ന ഒരു ഉപദേശമുണ്ട്, മോനെ അബ്ദുല്ലാഹ്, ഇദാ അംസൈത ഫലാ തൻതദിരിസ് സ്വബാഹ്, മോനെ വൈകുന്നേരമായാൽ, നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഇന്നതൊക്കെ ചെയ്യുമെന്നുള്ള രൂപത്തിലുള്ള പ്രതീക്ഷകളൊന്നും വേണ്ട മോനെ. വഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ, നേരം വെളുക്കുമ്പോൾ ജീവനുണ്ടാകാം, പക്ഷേ വൈകുന്നേരമാകട്ടെ എന്ന് വിചാരിച്ച് നീ കാത്തിരിക്കേണ്ടതില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം ഏതു സമയവും അവന്റെ കൂടെയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാണ്, മോനെ ഫഖുദ് മിൻ സിഹതിക ലിമറദിക, മോനെ എപ്പോഴും ആരോഗ്യം ഉണ്ടാകണമെന്നില്ല. നിന്റെ ആരോഗ്യങ്ങളെല്ലാം തകർന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ആരോഗ്യമെല്ലാം തകരുന്ന, രോഗക്കിടക്കയിലേക്ക് പറിച്ചു മാറ്റപ്പെടുന്ന, ആശുപത്രിയുടെ ദുർഗന്ധത്തിലേക്ക്, അതിന്റെ പ്രത്യേകമായ ആ ഒരു അവസ്ഥയിലേക്ക് നീ മാറുന്ന, അല്ലെങ്കിൽ നമ്മൾ മാറുന്ന അത്തരത്തിലുള്ള ഒരു ഘട്ടമുണ്ടാകും മനുഷ്യരെ. അതുകൊണ്ട് രോഗാതുരമായ അവസ്ഥയിലേക്കുള്ള നന്മകൾ ആരോഗ്യമുള്ള സമയത്ത് നീ ചെയ്തു വെക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. വമിൻ ഹയാതിക ലിമറദിക, നിന്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലോകത്തിലേക്കുള്ള നന്മകൾ നീ കരുതി വെക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോൾ, സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ നശ്വരത,
അത് എത്രമാത്രം നമുക്ക് ബോധ്യപ്പെടും എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഈ ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. മരണം ഏത് സമയത്തും നമ്മെ പിടികൂടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ സഹോദരങ്ങളെ? ഓരോ നിമിഷവും മനുഷ്യർ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ ആധുനിക കണക്കുകൾ പ്രകാരം ഓരോ സെക്കൻഡിലും 2 പേരാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് ലോകാടിസ്ഥാനത്തിൽ. ഓരോ മിനിറ്റിലും സഹോദരങ്ങളെ അതിനനുസരിച്ചുള്ള ആളുകൾ ഏതാണ്ട് 100-110 ആളുകൾ ഓരോ മിനിറ്റിലും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഈ പരിപാടി തുടങ്ങി, അല്ലെങ്കിൽ എന്റെ ഈ സംസാരം തുടങ്ങി 10 മിനിറ്റ് ആയി എങ്കിൽ ആ 10 മിനിറ്റിനുള്ളിൽ എത്ര പേര് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വെച്ച് മരിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. 1 മണിക്കൂറിലാണെങ്കിൽ 6000-ഓളം ആളുകൾ മരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസമാണെങ്കിൽ 1,51,000 അല്ലെങ്കിൽ 1,50,000 ആളുകൾ ഒരു ദിവസം വെച്ച് മരിച്ചു പോകുമ്പോൾ ആ ലോകത്തിൽ നിന്ന് മരണത്തിന്റെ കരങ്ങൾ നമ്മളിലേക്ക് നീണ്ടുവരുന്ന ഒരു ദിവസം നമുക്കും വരാനുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. കണ്ടില്ലേ നിങ്ങൾ വാർത്തകൾ? കേൾക്കുന്നില്ലേ നിങ്ങൾ വാർത്തകൾ? ഈ കഴിഞ്ഞ മാസമതാ ഗൾഫ് നാടുകളിൽ ഉപജീവനത്തിനു വേണ്ടി കുടുംബത്തോടൊപ്പം ഗൾഫിലേക്ക് പോയ 2 കുടുംബങ്ങൾ, ആ കുടുംബത്തിലെ ഏറെ പ്രിയപ്പെട്ട നിരവധി ആളുകളാണ് 2 അപകട മരണങ്ങളിലൂടെ ജീവൻ പൊലിഞ്ഞത് എന്ന് നിങ്ങൾ കാണണം. ഒന്ന് ദുബായിലാണ്. 4 ആൺമക്കളും 1 പെൺകുട്ടിയുമുള്ള ആ കുടുംബം മലയാളികളാണ്, നിങ്ങൾക്കറിയാം. അവരുടെ വീട്ടിലെ വേലക്കാരി അടക്കമുള്ള ആളുകൾ അവർ അവിടെയുള്ള ഒരു വിനോദ പരിപാടി കണ്ട് തിരിച്ചു പോകവേ ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അറിഞ്ഞിടത്തോളം ഭാര്യയാണ് വണ്ടി ഓടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഉറങ്ങിപ്പോയത് കൊണ്ടോ മറ്റോ ആണെന്ന് കേൾക്കുന്നു. ആ വാഹനം ഇടിച്ചില്ലേ, തകർന്നില്ലേ? അവർക്ക് ജനിച്ച 4 ആൺമക്കളും ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ? ആകെ ആ വീട്ടിൽ അവശേഷിക്കുന്നത് ആ വാപ്പയും ഉമ്മയും 1 മകളും മാത്രമാണ്. 4 ആൺമക്കൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ ആ 4 ആൺമക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് മരണം അവരിലേക്ക് കടന്നു വന്നില്ലേ? ആ മരണം തൊട്ടുവരുന്നതിന് മുമ്പ് തന്നെ അവരുടെയൊക്കെ സന്തോഷം എത്രമാത്രമായിരിക്കും, എന്തെല്ലാം കളിതമാശകൾ അവർ പറഞ്ഞിട്ടുണ്ടാകും. ആ കളിതമാശകളും സന്തോഷങ്ങളും എല്ലാം എത്ര പെട്ടെന്നാണ് സങ്കടത്തിലേക്ക് വഴിമാറിയതെന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. വേലക്കാരി അടക്കം 5 പേരാണ് ഒറ്റയടിക്ക് ആക്സിഡന്റിലൂടെ മരിച്ചത്. അത് കഴിഞ്ഞതാ അടുത്ത വാർത്ത വരികയാണ്. മദീനയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മലയാളി കുടുംബം. ആദ്യം പറഞ്ഞതും മലയാളി കുടുംബമാണ്, രണ്ടാമതും പറഞ്ഞതും മലയാളി കുടുംബമാണ്. ആ കുടുംബത്തിന്റെയും വാഹനം അപകടത്തിൽപ്പെട്ടു. അവരിൽ മിക്കവരും മരിച്ചു പോയിട്ടില്ല സഹോദരങ്ങളെ. വാപ്പയും ഉമ്മയും അടക്കം മരിച്ചുപോയി എന്നുള്ള വാർത്തയാണ് നമ്മൾ കാണുന്നത്. പലരുടെയും ബന്ധുക്കളാണത്, പലരുടെയും ആദർശ സുഹൃത്തുക്കളാണ്, പലർക്കും അറിയാവുന്ന കുടുംബങ്ങളാണ്. ഇത് തന്നെയല്ലേ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എല്ലാം ലോകത്തിന്റെ അത്ഭുതങ്ങളാണ്. 2 ദിവസത്തിന് മുമ്പ് ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. ഒരു കൊച്ചു പെൺകുട്ടി ഏതോ അതിഥി തൊഴിലാളികളുടെ മകളാണ്. ഓട്ടോയിൽ നിന്നിറങ്ങി അപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന മാതാവിനെ കണ്ടിട്ട് ആ കൊച്ചു കുസൃതി ഓട്ടോയിൽ നിന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്യവേ ചീറിപ്പാഞ്ഞു വന്നൊരു ബസിന്റെ ടയറിന്റെ ഉള്ളിലേക്ക് പോകേണ്ടുന്ന ആ കൊച്ചു പൈതൽ ഏതോ ഭാഗ്യത്തിന് എന്നല്ല നമ്മൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അപാരമായ സഹായം ഒന്നുകൊണ്ട് മാത്രം ആ കുഞ്ഞിനൊരു പോറല് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടതും നമ്മൾ കണ്ടത് ഒരു വാർത്തയാണ്, ഒരു കാഴ്ചയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ദൗത്യമില്ലേ? അല്ലാഹു നമുക്ക് നൽകിയ ഈ ആയുസ്, പടച്ചറബ് നമുക്ക് നൽകിയ ഈ സൗഭാഗ്യങ്ങൾ, റബ്ബ് നമുക്ക് നൽകിയ സമ്പത്ത്, ഇതെല്ലാം തന്നെ പരലോകത്ത് പടച്ചറബിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാതെ ജീവിച്ചു പോകരുത്. നോക്കൂ നിങ്ങൾ, റമദാനിന്റെ തൊട്ട് മുന്നിലേക്ക് നമ്മൾ വന്നു നിൽക്കുന്ന സമയത്ത് ഈ റമദാനിലേക്ക് ആർക്കൊക്കെ കടക്കാൻ സാധിക്കും? റമദാനിന്റെ വരവറിയിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ആ മാസത്തിലേക്ക് അതിന്റെ തൊട്ട് മുന്നിൽ വെച്ചായിരിക്കാം ഒരുപക്ഷെ അള്ളാഹു നമ്മെ വിളിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം റമദാനിൽ നമ്മോടൊപ്പം സന്തോഷത്തോടെ നോമ്പെടുത്ത മാതാപിതാക്കളിൽ പലരും ഇന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഖബറിലാണ്. സുഹൃത്തുക്കളിൽ പലരും ഖബറിലാണ്, ഭാര്യമാരിൽ പലരും ഖബറിലാണ്, മക്കളിൽ പലരും ഖബറിലാണ്, ഭാര്യമാരിൽ പലരും ഖബറിലാണ്.
എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിൽ അടുത്തൊരു റമദാനിലേക്ക് പടച്ചുറപ്പന്റെ ആയുസ് നീട്ടിത്തരുമെന്ന് എന്താണ് ഉറപ്പ് എന്നത് സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവന് പ്രതീക്ഷയാണ്. റമദാൻ അവന് പ്രതീക്ഷയാണ്. ആ റമദാനിലൂടെ ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ അവന് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, റമദാനാണ് നിങ്ങൾക്ക് കടന്നു വരുന്നത്. നന്മകളുടെ എല്ലാ അനുഗ്രഹങ്ങളും പെയ്തിറങ്ങുന്ന മാസമാണ്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി തന്ന മാസമാണ്. ആ മാസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പ്രവാചകൻ പറയുകയാണ്, യാ ബാഗിയൽ ഖൈരി യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, അല്ലയോ നന്മ കൊതിക്കുന്നവനെ, നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരണം. വയാ ബാഗിയശ് ശർരി അഖ്സിർ, അല്ലയോ തിന്മ കൊതിക്കുന്നവരെ, തിന്മയിലേക്ക് ജീവിതം കണ്ണുനട്ടിരിക്കുന്നവരെ, ഏതൊക്കെ തെറ്റുകളുണ്ടോ ആ തെറ്റുകളിലേക്ക് ഇങ്ങനെ പോകാനായി മനസ്സ് പാകപ്പെട്ട് നിൽക്കുന്നവരെ, റമദാൻ നിങ്ങൾക്കൊരു മാറ്റം തരുന്നില്ല എങ്കിൽ മാറി നിൽക്കൂ. നിങ്ങൾ ആ തെറ്റിൽ നിന്നും മോചിതരാകൂ. റമദാൻ നിങ്ങളെ കഴുകിയെടുക്കുന്നതാണ്. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ അവിടുന്ന് മിമ്പറിലേക്ക് ഇങ്ങനെ കയറുന്ന സന്ദർഭത്തിൽ 3 തവണ ആമീൻ പറഞ്ഞൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് നല്ല ബോധമുണ്ട് എന്ന് എനിക്കറിയാം. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിലേക്ക് കടക്കുകയാണ്. മിമ്പറിലേക്ക് കയറുമ്പോൾ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായി. ഓരോ പടിയിലേക്ക് പ്രവാചകൻ കയറുമ്പോഴും ആമീൻ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആര് ദുആ ചെയ്തിട്ടാണ് ആമീൻ എന്ന് പറയുന്നത് എന്ന് പോലും സഹാബികൾക്കറിയില്ല. മുമ്പെങ്ങും ഇല്ലാത്ത ഈ അത്ഭുതകരമായിട്ടുള്ള അസാധാരണമായ പ്രവാചകന്റെ നടപടി സഹാബികൾ ഇങ്ങനെ സാഗൂതം ശ്രദ്ധിക്കുകയാണ്. ഓരോ പടികൾ കയറുമ്പോഴും ആമീൻ എന്ന് പറയുകയാണ്. 3 പടികളിലേക്ക് കടന്നു, 3 പ്രാവശ്യവും ആമീൻ എന്ന് പറഞ്ഞു. സുഖില അൻ ദാലിക് ഫലമ്മാ നസൽ, അവിടുന്ന് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയ സന്ദർഭം നോക്കി സഹാബികൾ കാത്തിരിക്കുകയാണ്. താഴെ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാണ് നിങ്ങൾ ആമീൻ പറഞ്ഞത്? പ്രവാചകൻ പറയുകയാണ്, അതാനി ജിബ്രീൽ, അതാനി ജിബ്രീൽ, ജിബ്രീൽ എൻ്റെ അടുക്കൽ വരികയുണ്ടായി. സഹാബികൾ ആരും അത് കണ്ടിട്ടില്ല. ഫഖാല, റസൂലുള്ളാഹി പറയുകയാണ്, റജിമ അൻ ഫുബ്രിഇൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ല. ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, ഒരു മനുഷ്യന് റമദാൻ ആഗതമായി, ആ റമദാനിലേക്ക് കടക്കാൻ അയാൾക്ക് സൗഭാഗ്യം ലഭിച്ചു. ഫലം യുഗ്ഫർ ല, പക്ഷേ മാപ്പൊന്നും കൊടുക്കാത്ത രൂപത്തിൽ, പാപങ്ങളൊന്നും പുറത്തു കൊടുക്കാത്ത രൂപത്തിൽ ആ റമദാൻ അയാളിൽ നിന്നും വേർപെട്ടു പോവുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയാണ്, ആമീൻ പറയൂ, അങ്ങനെയുള്ള മനുഷ്യനെ അല്ലാഹു തന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റട്ടെ. ആമീൻ പറയൂ മുഹമ്മദ്. അത് കേട്ടപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ കടന്നു വന്നു. എന്നിട്ടോ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള സുന്ദരമായ ഒരു അവസരം, ആ അവസരം അയാൾ നഷ്ടപ്പെടുത്തി. ജീവിതത്തിലെ അമൂല്യങ്ങളായ ആ നിമിഷങ്ങളെ അയാൾ കൊല്ലാക്കൊല ചെയ്തു. സമയത്തെല്ലാം നഷ്ടപ്പെടുത്തി. പതിവുപോലെ അയാൾ സോഷ്യൽ മീഡിയകളിലും നെറ്റിലുമൊക്കെ അഭിരമിച്ചു, ഫോണിൽ കളിച്ചു. അങ്ങനെയുള്ള ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അയാൾ പോയി. റമദാനാണ് നഷ്ടപ്പെടുന്നത്. ഓരോ വിലപ്പെട്ട നിമിഷങ്ങളാണ്, ഓരോ വിലപ്പെട്ട മണിക്കൂറുകളാണ്. ഒന്ന് പോയാൽ ഇനി നമുക്കത് ലഭിക്കില്ല എന്ന ബോധമുണ്ട്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ നശിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവാചകൻ, ഒരു മനുഷ്യനും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച പ്രവാചകൻ, ഒരു മനുഷ്യനും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞുവെങ്കിൽ അതിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ് സഹോദരങ്ങളെ. എന്താ മഗ്ഫിറത്ത് എന്ന് പറയുന്നത്? അത് ചെറിയൊരു കാര്യമാണോ? അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും പാപമോചനം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഒരിക്കലും അത് ചെറുതായിട്ട് കാണേണ്ടതില്ല. കാരണം നാളെ പരലോകത്ത് വെച്ച് ഇബ്ലീസ് പോലും റബ്ബിന്റെ മഗ്ഫിറത്തിന് വേണ്ടി കൊതിക്കുമെന്നാണ്
സൃഷ്ടിചരാചരങ്ങളായ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വഴിപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് പരലോകത്ത് വെച്ച് അല്ലാഹു പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇബ്ലീസ് പോലും കൊതിച്ചു പോകും, അല്ലാഹു എനിക്കും കൂടി പുറത്തു തന്നിരുന്നുവെങ്കിലെന്ന്. അങ്ങനെയുള്ള റബ്ബിന്റെ മഗ്ഫിറത്ത് നിസാരമാണോ? വസാരിഉ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വിശ്വാസികൾക്ക് വേണ്ടി, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ച അതേ വിശാലമായ പാപമോചനം, അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആകാശഭൂമികളോളം വിശാലമായ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണമെന്നാണ്. നിങ്ങൾ മത്സരിച്ചു മുന്നേറണം. ഇത് ഖുർആനിന്റെ ഭാഷ്യമാണ്, ഖുർആനിന്റെ കൽപ്പനയാണ്. റമദാനിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താ? ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആർക്കെങ്കിലും പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ സാധിച്ചാൽ, ഈമാനൻ വഹ്തിസാബാ, വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും, ഇത് രണ്ടും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും പരിശുദ്ധ റമദാൻ മാസത്തെ നോമ്പ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളാണ് പുറത്തു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ടറിയാതെ പാപം ചെയ്യുന്നവരാണ്, നമ്മുടെ ശരീരം കൊണ്ടറിയാതെ തിന്മകൾ ചെയ്യുന്നവരാണ്, നമ്മുടെ നാക്കുകൾ അറിയാതെ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ് നമ്മൾ. ഒരു ദിവസം 1000 പാപങ്ങൾ എന്നല്ല 10,000-ഓളം ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല. കാരണം പലതും നമ്മൾ ഗൗരവത്തോടു കൂടി കണ്ടിട്ടില്ല, പലതും നമ്മൾ എഴുതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ മഗ്ഫിറത്ത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ മഗ്ഫിറത്തിന് വേണ്ടി സഹാബികൾ ആഗ്രഹിച്ചിട്ടില്ലേ? ബദറിലും ഉഹദിലും ഖൈബറിലും ഖന്തഖിലും തബൂക്കിലും മുഅത്തയിലും ഒക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോയ സഹാബികൾ, സ്വർഗ്ഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടവർ, അവര് പോലും ആഗ്രഹിച്ചതല്ലേ മഗ്ഫിറത്ത്, പാപമോചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചവരല്ലേ. ആ സഹാബത്തിന്റെ ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അയവിറക്കുകയാണ് സഹോദരങ്ങളെ. ഒരിക്കലതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഹാബിമാരുടെ ഒരു സംഘം, അൻസാരികളായ സഹാബിമാരുടെ ഒരു സംഘം കടന്നു വരികയാണ്. എന്തിനാണ് അവർ കടന്നു വരുന്നത്? ഒരു പ്രത്യേക റിക്വസ്റ്റ് ലോകത്തിന്റെ പ്രവാചകന്റെ മുന്നിൽ അവർ സമർപ്പിക്കുകയാണ് സഹോദരങ്ങളെ. എന്താണ് റിക്വസ്റ്റ് എന്നറിയുമോ? അതെ, ഇപ്രാവശ്യം പ്രവാചകന്റെ അടുക്കിലേക്ക് അവർ വരുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എന്താ പ്രശ്നമെന്നറിയുമോ? മദീനത്ത് വെള്ളമില്ലാത്ത പ്രശ്നം കൊണ്ട് വെള്ളമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷിക്കാരാണ്, പരമ്പരാഗതമായി കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. മക്കക്കാരെ പോലെ കച്ചവടക്കാരല്ലവർ, അവർ പരമ്പരാഗതമായി കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. വെള്ളമൊക്കെ ദൂരെ നാട്ടിൽ പോയി മണലാരുണ്യം താണ്ടി വെള്ളമൊക്കെ ചുമന്ന് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ തോൽപാത്രത്തിൽ നിറച്ചാണ് കുടിക്കുവാനുള്ള ആവശ്യത്തിനും കൃഷി ആവശ്യത്തിനും അവർ വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോ അവർക്ക് തോന്നി, അല്ലാഹുവിന്റെ റസൂലിനോട് നമുക്ക് ഒരു റിക്വസ്റ്റ് വെച്ചാലോ. എന്താ റിക്വസ്റ്റ് എന്ന് പറയുന്നത്? നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാം, ഈ മദീനത്ത് കൂടി ഒരു കനാലൊഴുക്കാൻ, വെള്ളത്തിന്റെ ഒരു ചെറിയ ചാലൊഴുക്കാൻ അല്ലാഹുവിന്റെ റസൂലിനോട് നമുക്ക് പോയി എന്ന് പറഞ്ഞാലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ആവശ്യപ്പെട്ടാലോ. കാരണം ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളവും വഹിച്ചുകൊണ്ടുള്ള ചാലുകൾ മദീനയിലേക്ക് ഒഴുക്കുവാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്ന് സഹാബികൾ വിചാരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഈ റിക്വസ്റ്റുമായിട്ട് സഹാബികൾ വരികയാണ്. പക്ഷേ അവർ വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിനെക്കുറിച്ചുള്ള വഹി ലഭിക്കുകയുണ്ടായി, ബോധനം ലഭിക്കുകയുണ്ടായി. ലോകത്തിന്റെ പ്രവാചകൻ അവരുടെ വരവ് കണ്ടിട്ട് പറയുകയാണ്, മർഹബൻ ബിൽ അൻസാർ, അൻസാറുകളെ നിങ്ങൾക്ക് സ്വാഗതം, അൻസാറുകളെ നിങ്ങൾക്ക് സ്വാഗതം. 2 തവണ പ്രവാചകൻ ഇത് ആവർത്തിക്കുകയാണ്.
എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ലാ തസ്അലൂനി യൗമ ഷൈഅൻ ഇല്ലാ അഅതൈതുകുമൂ. നിങ്ങൾ ഇന്ന് എന്നോട് ചോദിക്കുന്ന ഏതും ഇന്ന് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കുമെന്നാണ്. നിങ്ങൾ ഇന്ന് എന്നോട് ചോദിക്കുന്നത് എന്തുണ്ടോ അതൊക്കെയും നൽകുന്നതാണ്. വലാ അസ്അലുല്ലാഹ ലകും ഷൈഅ ഇല്ലാ അഅതാനി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അതും നിങ്ങൾക്ക് നൽകുന്നതാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിന്ന് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, നിങ്ങൾ എന്നോട് സാധാരണ നിലയിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കത് നൽകും. ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുത്തെ കയ്യിലുള്ളത് എന്താണോ അതൊക്കെ കൊടുക്കുന്ന ശീലമാണ് പ്രവാചകനുള്ളത്. എന്നിട്ട് രണ്ടാമത് റസൂൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു നിങ്ങൾക്കത് നൽകും. ആരോടാ ചോദ്യം? അല്ലാഹുവിനോടാണ് ചോദ്യം. അത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു നിങ്ങൾക്കത് നൽകുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ട്, മരിച്ചുപോയ ലോകത്തിന്റെ പ്രവാചകനോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ സഹായിക്കും. മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരോട് ചോദിച്ചാൽ ആ മഹാന്മാര് നമ്മളെ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ജാറങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, മഖ്ബറകളിലേക്ക് പോകുന്നവരുണ്ട്, ദർഗകളിലേക്ക് പോകുന്നവരുണ്ട്, അവിടെ നേർച്ച വഴിപാടുകൾ നടത്തുന്നവരുണ്ട്. അവരോട് നേരിട്ടും അല്ലാതെയും ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചത് എന്താ? അല്ലാഹുവിനോട് ചോദിക്കുക. റസൂൽ പറയാണ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണോ അല്ലാഹുവിനോട് ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും തീർച്ചയായും. ആ സന്ദർഭത്തിൽ സഹാബികൾ എന്താണോ ഏത് ആവശ്യത്തിനാണോ വന്നത് ആ ആവശ്യമല്ല പിന്നീട് അവർ പരസ്പരം ചർച്ച ചെയ്യുന്നത്. അത് കേട്ടപ്പോ അവർ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പോ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിക്വസ്റ്റ് ഒന്ന് മാറ്റിയാലോ? നമ്മുടെ അപേക്ഷ ഒന്ന് മാറ്റിയാലോ? എന്താ അപേക്ഷ? എന്താണ്? മദീനത്ത് കൂടി സുലഭമായി വെള്ളം ഒഴുകുന്ന ഒരു ചാലോ നദിയോ അല്ലാഹുവിനോട് ചോദിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് നമുക്ക് ഇവിടെ ഒരു അത്ഭുതം പോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് തരണം. ഇതാണ് നമ്മുടെ ആവശ്യം. എന്നാൽ സഹാബികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ ഇങ്ങനെ ഒരു ഓഫർ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കെ നമുക്ക് അത് ചോദിക്കണോ മറ്റെന്തെങ്കിലും ചോദിക്കണോ? കാരണം എന്തായാലും കിട്ടുമെന്നാണ് ഉറപ്പാണ്. ശേഷം സഹാബികൾ കൂടിയാലോചിച്ചു. അവസാനം അവരിൽ ഒരു തീരുമാനമെടുത്തു. അവർ പരസ്പരം ഇത് ഉപയോഗപ്പെടുത്തണം, ഇത് ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്കൊരു കാര്യം ചെയ്യാം, അല്ലാഹുവിന്റെ റസൂലിനോട് മഗ്ഫിറത്ത് തേടാൻ പറയാം. മഗ്ഫിറത്ത് തേടാൻ പറയാം. നമുക്ക് പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹുവിനോട് റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റസൂലിനോട് പറയാം. ശേഷം അവരെന്താ ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഉദ്ഉല്ലാഹ ലനാ ബിൽ മഗ്ഫിറ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടിയാൽ മതി. വാക്കർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഉദ്ഉല്ലാഹ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരോട്? അല്ലാഹുവിനോട്. അല്ലാഹുവിനോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത്? ഉദ്ഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ലന, ഞങ്ങൾക്ക് വേണ്ടി, ബിൽ മഗ്ഫിറ, പാപമോചനം പ്രാർത്ഥന നടത്തണം എന്നാണ്. മഗ്ഫിറത്ത് ചോദിക്കണം അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി. എന്തിനാ ഞാനിത് അടിവരയിട്ട് പറയുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ശീലമുണ്ട്. എന്താ ശീലം? പാപമോചനമടക്കമുള്ള പടച്ച റബ്ബിൽ നിന്ന് ലഭിക്കേണ്ടുന്ന മഹത്തായ ഔദാര്യം പോലും അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ അല്ല, അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് മനസ്സിലാക്കാതെയാണ് പലരും അത് ചെയ്യുന്നത് എന്നറിയാം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഈ ഉമ്മത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കണം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ലോകത്തിന്റെ പ്രവാചക, ഞങ്ങൾക്ക് വേണ്ടി അന്ന് മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സഹാബത്താണോ നമുക്ക് മാതൃക? അതല്ല മൗലൂദി കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളാണോ നമുക്ക് മാതൃക? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിൻ വഅദാദ്
ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എത്രയോ ഭക്തിയോടുകൂടി നമ്മളിത് പാരായണം ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ആ വരികളിൽ ഒരു കുഴപ്പവുമില്ല എന്നതാണ്. എന്റെ വിഷയം അതല്ലെങ്കിലും സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്താണ് അർത്ഥമെന്ന് ജീവിതത്തിൽ ഈ നിമിഷം വരെയെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു 2 മിനിറ്റ് സമയമെങ്കിലും അതിന്റെ അർത്ഥമൊന്ന് പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ? പാപമംഗിലമായ ഈ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് കുറെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് പ്രവാചക. ഞാൻ അങ്ങയോട് ആവലാതിപ്പെടുന്നു എന്ന് മരണപ്പെട്ടുപോയ ലോകത്തിന്റെ പ്രവാചകനോട് പാപങ്ങൾ പൊറുത്തു കിട്ടാൻ വേണ്ടി യാചിക്കുന്ന വരികളാണ് കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതങ്ങനെയല്ല. ഇസ്ലാം പഠിപ്പിച്ചതെന്താ? റമദാൻ മാസത്തിലൂടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. അതാരോട് പ്രാർത്ഥിക്കണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. നോമ്പെടുത്താൽ എന്താ ലഭിക്കുക? നോമ്പെടുത്താൽ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുന്നതാണ്. ഖുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങൾ മുൻപ് ചെയ്തു പോയ പാപങ്ങളാണ് അള്ളാഹു പുറത്തു തരുന്നത്. ഇത് നിസ്സാരമാണോ? ഇത് നമ്മൾ ചെറുതായി കാണേണ്ടതുണ്ടോ? സഹോദരങ്ങളെ, പടച്ചുറപ്പിന്റെ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതല്ലേ? അത് റമദാൻ മാസത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ വേണ്ട എന്ന് പറയാൻ, വേണ്ട എന്ന് പറഞ്ഞ് റമദാനിന്റെ ചൈതന്യത്തെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ആർക്കാണ് സഹോദരങ്ങളെ കഴിയുക? സ്വയം വിഡ്ഢിയായിട്ടുള്ളവരല്ലാതെ, സ്വയം പരിഹാസ്യനായിട്ടുള്ളവരല്ലാതെ റമദാനിന്റെ ചൈതന്യത്തെ വേണ്ട എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സുഹൃത്തുക്കളെ, കഴിഞ്ഞോ? ഇല്ല. ലോകത്തിന്റെ പ്രവാചകൻ ആ പരിശുദ്ധ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് അയാൾ കാണുന്നത്, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പടച്ചറപ്പിനോട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക്കൽ കരീം. പടച്ചറപ്പേ, നിന്റെ കരീമായ, ഔദാര്യമായ, നിന്റെ മഹത്തായ ആ മുഖമൊന്ന് കാണാൻ സ്വർഗത്തിൽ വെച്ച് റബ്ബേ നീ എനിക്ക് തൗഫീഖ് നൽകണം. ആ ലദ്ദത്തുൻ നദ്റുണ്ടല്ലോ, ആ കാഴ്ചയുടെ ആസ്വാദനയുണ്ടല്ലോ, അതെന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ ലഭിക്കുകയില്ല, എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ ലഭിക്കുകയില്ല, എന്റെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ ലഭിക്കാത്ത ആ കാഴ്ചയുടെ ആസ്വാദനയുണ്ടല്ലോ. നിന്റെ ആ മുഖം, ആ മുഖത്തിന്റെ പ്രകാശം, ഈ ലോകം മുഴുവനും പ്രകാശിപ്പിക്കുന്ന നിന്റെ മുഖത്തിന്റെ പ്രകാശം, നിന്നെ ഒന്ന് നേരിട്ട് കാണാൻ റബ്ബേ നീ എനിക്ക് ഭാഗ്യം നൽകണമെന്ന് ആത്മാർത്ഥമായി എന്നും പ്രാർത്ഥിക്കുന്ന ആളുകളെ, നോമ്പെടുക്കൂ, റമദാനിൽ നോമ്പെടുക്കൂ. അതിന്റെ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറയുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 ഭാഗ്യങ്ങളാണ്, 2 സന്തോഷങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. ലിസ്വാഇമി ഫർഹതാനി. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. അത് തീർത്താൽ തീരാത്ത സങ്കടമല്ല, മറിച്ച് ഭയാനകമായ, ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാത്ത, അണപൊട്ടി ഒഴുകുന്ന സന്തോഷമാണത്. ഏതാണ് ആ സന്തോഷം? 2 സന്തോഷങ്ങൾ. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് എത്രയോ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ടു, സന്തോഷിച്ചു, കുറെ കാഴ്ചകൾ കണ്ടു, നമ്മൾ സന്തോഷിച്ചു. പക്ഷെ അതുപോലെയാണോ നോമ്പുകാരൻ ലഭിക്കുന്ന സന്തോഷം? അല്ല. 2 സന്തോഷങ്ങൾ അയാൾക്ക് വരാനുണ്ട്. എന്താണ് 2 സന്തോഷം? ഒന്ന് ഫർഹത്തുൻ ഹീന യുഫ്തിർ, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് വിശദീകരിച്ചിട്ട് പറഞ്ഞത് അത് അഥവാ റമദാനൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളിലേക്ക് കടക്കുമ്പോഴുള്ള സന്തോഷമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. ഏതായാലും ഇത് 2ഉം അതിൽ ഉദ്ദേശിക്കപ്പെടും, ഒരു കുഴപ്പമില്ല. ഒന്നെന്താണ്? സഹോദരങ്ങളെ, അതിൽ ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. ആ കാര്യത്തെ തന്നെ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ അതൊരു ചെറിയ സന്തോഷമല്ല. കാരണം രാവിലെ ഫജ്റിന്റെ സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണങ്ങളൊക്കെ അവസാനിപ്പിച്ച്, സംസാരം നിയന്ത്രിച്ച്, നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന മുഫ്തിറാത്തുകൾ, അതല്ലെങ്കിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന ആ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് നാം മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നിയന്ത്രിച്ച് അവസാനം
മഗ്രിബിന്റെ ബാങ്കിന്റെ അസ്തമയത്തിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ കയ്യിലിരിക്കുന്ന കാരക്ക എടുത്ത് വായിലേക്ക് വെച്ച് ബിസ്മില്ല ചൊല്ലി അതിങ്ങനെ കടിച്ചിറക്കുമ്പോൾ അതിനുശേഷം അതാ തണുത്ത വെള്ളമോ അതല്ലെങ്കിൽ പച്ചവെള്ളമോ ഒന്ന് ഒരു ഇറക്കങ്ങോട്ട് ഇറക്കുന്ന സമയത്തുണ്ടാകുന്ന മനസ്സിന്റെ സന്തോഷമുണ്ട്, ശരീരത്തിന്റെ ആനന്ദമുണ്ട്. സഹോദരങ്ങളെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. എന്നാൽ അതിലും വലിയൊരു സന്തോഷം ഇനി വരാനുണ്ട്. അതേതാണ് സന്തോഷം എന്നറിയുമോ? ആ സന്തോഷം തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. മുഅ്മിനുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. ആ റബ്ബിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങാൻ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്ന് ഒടുവിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് നമുക്ക്, അല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സൂറത്തു സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അതേ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു മനുഷ്യനും ഒരു നഫ്സിനും ആ നഫ്സിനും അയാളുടെ മനസ്സിൽ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സൗഭാഗ്യങ്ങളാണ് സ്വർഗത്തിൽ അയാളെ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ സഹോദരങ്ങളെ? നമുക്കറിയാം, മരണത്തിന്റെ ദൂതുമായി കടന്നു വരുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ കടന്നു വന്നിട്ട് വിശ്വാസികളോട് പറയാറില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. മരണത്തിന്റെ വേളയാകുമ്പോൾ വിശ്വാസികളായി ജീവിച്ച് വിശ്വാസിയായി മരിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരുടെ അടുക്കലേക്ക് മരണത്തിന്റെ ദൂതുമായി മലക്കുകളുടെ ഒരു സംഘം തന്നെ അല്ലാഹു പറഞ്ഞേക്കുമെന്നതാണ്. അവർ വന്നിട്ട് പറയും, ലാ അല്ലാ തഹ്സനു അല്ലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക, ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വർഗ്ഗമാണ്, ആ സ്വർഗ്ഗമാണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന സന്തോഷ വർത്തമാനം മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം അവിടെ നിർത്തുകയില്ല, അതിനുശേഷം പറയുകയാണ്, അതേ പിന്നീട് സ്വർഗ്ഗലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയുമോ? മാ തഷ്തഹീ അൻഫുസുകും, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുമെന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിന്റെ വിശാലത എന്താണ്? ആ സ്വർഗം തന്നെ സന്തോഷത്തിന് വക നൽകുന്ന കാഴ്ചകളാണ്, കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും അതല്ല യഥാർത്ഥ സന്തോഷം. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാൻ 55-ാം അധ്യായം, സൂറത്തുർ റഹ്മാൻ 56-ാം അധ്യായം, സൂറത്തുൽ വാഖിഅ, ഇതിലൂടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗത്തിലെ ഓരോ സന്തോഷങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ഫബിഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നിങ്ങനെ പലവരും പടച്ചറബ് ആവർത്തിച്ച് പറയുന്ന ആ സൂറത്തുർ റഹ്മാനിലെ അതിന്റെ അവസാനത്തെ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും, ഫീഹിമാ ഐനാനി തജ്രിയാൻ ഫബിഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫീഹിമാ ഫാകിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ ഫബിഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറയുകയാണ്. രണ്ട് നദികളുണ്ട് അവിടെ. എന്താണ് ആ നദികളുടെ പ്രത്യേകത എന്നറിയുമോ? അതേ സ്വർഗ്ഗത്തിൽ നിന്നൊഴുകുന്ന ആ നദികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ആ നദികൾക്ക് പുറമെ അല്ലാഹു പറയുകയാണ്, അവ രണ്ടിനും ഓരോ പഴവർഗ്ഗത്തിൽ നിന്നുമുള്ള ഈ രണ്ട് ഇനങ്ങളുണ്ട് എന്ന് പറയുകയാണ്. സ്വർഗ്ഗത്തിലെ കായ്കനികളെ കുറിച്ച് അല്ലാഹു അവിടെ വിശദീകരിക്കുകയാണ്. തൊട്ടടുത്ത പേജിൽ കാണാം, ഫീഹിമാ ഫാകിഹത്തുൻ വനഖ്ലുൻ വറുമ്മാൻ.
അവ രണ്ടിലും പഴവർഗ്ഗങ്ങളുണ്ട്, ഈന്തപ്പനകളും റുമ്മാൻ പഴവുമുണ്ട് എന്നിങ്ങനെ റബ്ബ് പറഞ്ഞിട്ട് ഫീന ഖൈറാത്തുൻ ഹിസാൻ, അവയിൽ സുന്ദരികളായ ഉത്തമരായിട്ടുള്ള തരുണീമണികൾ അവിടെയുണ്ട് എന്ന് പറയുകയാണ്. ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, കൂടാരങ്ങളിൽ ഒതുക്കി നിർത്തപ്പെട്ട വെളുത്ത തരണികളുണ്ട് അവിടെ. പരിശുദ്ധ ഖുർആൻ അതിന്റെ തൊട്ടു മുന്നിൽ പറയുകയുണ്ടായി, കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, മുത്തുകളെ പോലെ പവിഴങ്ങളെ പോലെ ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട തരുണികളുണ്ട്, ചെറുബാലന്മാരുണ്ട്, ആവശ്യപ്പെടുന്ന ഭക്ഷണങ്ങളുണ്ട്. അടുത്ത അധ്യായം സൂറത്തുൽ വാഖിഅയിൽ പടച്ചത് പറഞ്ഞതുപോലെ അല്ലാഹു പറഞ്ഞല്ലോ, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, ഇദാ റഅയ്തഹും യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ വഹൂരിൻ ഈൻ كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. ആവശ്യമുള്ളവർക്ക് 56-ാം അധ്യായം സൂറത്തുൽ വാഖിഅയിലെ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളെ താഴോട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. സ്വർഗ്ഗത്തിൽ വിശ്വാസികളെ കാത്തിരിക്കുന്ന അവിടെയുള്ള അനുഗ്രഹങ്ങൾ, അവിടെയുള്ള സന്തോഷങ്ങൾ, എന്താണ് അതിന്റെയൊക്കെ അർത്ഥങ്ങൾ? നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിലൂടെ ചുറ്റി നടക്കുമെന്ന, കോപ്പുകളും കൂജകളും ശുദ്ധമായ ഉറവ് ജലം നിറച്ച പാനപാത്രവും ഉണ്ടായിരിക്കും അവര് ചുറ്റി നടക്കുന്നതെന്ന് അല്ലാഹു പറയുകയാണ്. അത് കുടിക്കുന്നത് കൊണ്ട് അവർക്ക് തലവേദനയോ ലഹരിയോ ബാധിക്കുകയില്ല എന്നാണ്. എന്ന് മാത്രമല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാവുന്ന തരത്തിൽ പെട്ട പഴവർഗ്ഗങ്ങൾ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ലോകത്ത് കിട്ടുന്ന പഴവർഗ്ഗങ്ങളല്ല, മറിച്ച് സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ. ചിലതൊക്കെ ഈ ലോകത്തിലെ പേരുകളായിരിക്കും, പക്ഷേ അതിന്റെ ടേസ്റ്റിൽ, അതിന്റെ ക്വാളിറ്റിയിൽ തീർത്തും വ്യത്യസ്തമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, അഅദത്തുൽ ഇബാദി അഅദത്തുൽ ഇബാദി, എന്റെ ദാസന്മാർക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗലോകം മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ എന്നാണ്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിൽ പോലും ചിന്തിച്ചു നോക്കാൻ പോലും കഴിയാത്ത അത്രയും സൗഭാഗ്യങ്ങളാണ് എന്റെ ദാസന്മാർക്ക് സ്വർഗത്തിൽ നാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, ആ സ്വർഗം അത്രമാത്രം നമുക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകളും സമ്മാനങ്ങളും അനുഗ്രഹങ്ങളുമാണെങ്കിൽ ഇതിലും വലിയ എന്താണ് സ്വർഗത്തിലുള്ളത്? ഉണ്ട്, അതിനും വലുതുണ്ട് സ്വർഗത്തിൽ. അതെന്താണ്? അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ്. അതിനും വലിയ സൗഭാഗ്യമാണത്. പടച്ച റബ്ബിനെ കണ്ടുമുട്ടുക. ആ റബ്ബിനെ കണ്ടുമുട്ടാൻ പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുന്നുണ്ടോ? നോമ്പെടുത്താൽ മതി, ആത്മാർത്ഥമായിട്ട് എടുത്താൽ മതി, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി തിന്മകളെല്ലാം വെടിഞ്ഞ് സംസാരങ്ങളിൽ മിതത്വം പാലിച്ച് മോശമായ പ്രവണതകളും ചിന്തകളും എല്ലാം മാറ്റിവെച്ച് കണ്ണിനെയും കാതിനെയും മനസ്സിനെയും നിയന്ത്രിച്ച് ആ രൂപത്തിൽ കുറ്റമറ്റ നോമ്പെടുത്താൽ മതി, പടച്ചോനെ കണ്ടുമുട്ടാൻ സാധിക്കും. ഏത്? നേരത്തെ പറഞ്ഞ സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങളെല്ലാം ഒരു വശത്ത് നിർത്തുകയാണെങ്കിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്ന സൗഭാഗ്യമാണ് ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അത് കിട്ടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഏത് കർമ്മം ചെയ്താലും, ഏത് കർമ്മമാണ് ചെയ്തതെങ്കിലും ഈ നിബന്ധന പാലിക്കണം. സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ കേട്ടിട്ടില്ലേ? 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിലെ ഏറ്റവും അവസാനത്തെ വചനം എന്താണ്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് മാത്രമല്ല, ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ ആ റബ്ബിൽ പങ്കു ചേർക്കാതെയും ജീവിക്കട്ടെ. അവർക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ട് എന്നാണ്
അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്നതാണ് നിബന്ധന. രണ്ട്, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കട്ടെ എന്നതാണ്. സഹോദരങ്ങളെ, ഏതൊരു നന്മ ചെയ്യുമ്പോഴും ഈ കാര്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. ആ നന്മ ചെയ്യുമ്പോൾ ഇതെന്റെ റബ്ബ് തൃപ്തിപ്പെട്ട കാര്യങ്ങളാണോ, ഇതെന്റെ റബ്ബ് സ്വീകരിക്കുന്ന കാര്യങ്ങളാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുവേണം അത് ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ നാളെ പരലോകത്ത് വെച്ച് പടച്ച റബ്ബ് തിരസ്കരിക്കുന്നതാണോ, വേണ്ട എന്ന് പറയുന്നതാണോ, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നതാണോ, മുഖത്തേക്ക് വലിച്ചെറിയുന്നതാണോ, എല്ലാം ഓർത്തു വെക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, 989-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, സൂറത്തുൽ ഖാശിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഹൽ അതാക ഹദീസുൽ ഖാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാരൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. എന്താണ് അല്ലാഹു പറയുന്നത്? ഹൽ അതാക ഹദീസുൽ ഖാശിയ, ആ ഭയാനകമായ മൂടുന്ന, കാതടപ്പിക്കുന്ന ആ ഭയാനകമായ സംഭവം, പരലോകമെന്ന യാഥാർത്ഥ്യം, അത് മുന്നിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് ഓ റസൂലേ, അങ്ങേക്ക് വല്ലതും അറിയാമോ എന്നാണ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? ചില മുഖങ്ങൾക്ക് അന്നൊരു പ്രത്യേകതയുണ്ട്. ചില മുഖങ്ങളതാ പടച്ച റബ്ബിന്റെ മുന്നിൽ റബ്ബിനെ നോക്കാൻ കഴിയാതെ താഴ്ന്നു പോയിട്ടുണ്ടാകും അവരുടെ മുഖങ്ങൾ, താഴ്ന്നു പോയിട്ടുണ്ടാകും അവരുടെ മുഖങ്ങൾ, കുനിഞ്ഞു പോയിട്ടുണ്ടാകും അവരുടെ മുഖങ്ങൾ. എന്താണ് പ്രത്യേകത? ആമിലത്തുൻ നാസിബാ, ആമിലത്തുൻ നാസിബാ, അധ്വാനിക്കാത്തവരല്ല, കർമ്മങ്ങൾ ചെയ്യാത്തവരല്ല, പക്ഷേ കർമ്മങ്ങൾ ചെയ്ത് കുഴഞ്ഞ രൂപത്തിൽ തന്നെയാണ് അവർ വരുന്നത്. ക്ഷീണിച്ച മുഖങ്ങൾ തന്നെയാണ് അവരുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പക്ഷെ പടച്ച റബ്ബ് അവരെ സ്വീകരിക്കുന്നതല്ല. എന്തേ കാരണം? ഇൻഷാ അല്ലാഹ് നാം അത് പരിശോധിക്കണം. ഈ പരിശുദ്ധ റമദാൻ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ, അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് നോമ്പെടുക്കുമ്പോൾ, നാളെ റബ്ബ് നമ്മെ സ്വീകരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ചു വേണം നമ്മൾ നോമ്പെടുക്കാൻ. അക്കാര്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പോൾ ഇശാ നമസ്കാരത്തിന് വേണ്ടി തൽക്കാലം നമ്മൾ പിരിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സമ്പൂർണ്ണമാക്കുവാനും ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇപ്പൊ ബാങ്ക് 7:53, പക്ഷെ ബാങ്ക് 2 മിനിറ്റ് ബ്രേക്ക് കൊടുക്കണം. 2 മിനിറ്റ് ബ്രേക്ക് കൊടുക്കണം. ബാങ്കിന് ശേഷം 8:08 നമ്മൾ പിരിയും. സഹോദരങ്ങളെ, ഇപ്പോൾ ബാങ്കിന്റെ സമയമാണ്. ജമാഅത്തിന് ഒരു 10-15 മിനിറ്റോളം ബാക്കി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റും കൂടി സംസാരിക്കാം എന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പരിപാടി എത്രയും നേരത്തെ നമുക്ക് നിർത്തുകയാണെങ്കിൽ നമുക്ക് നേരത്തെ വീടുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. അപ്പൊ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കുറ്റം പ്രവർത്തിച്ച് മുഖം ഇരുണ്ടുപോയ ആ രൂപത്തിൽ റബ്ബിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന ഒരു രംഗം പരലോകത്തുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ആമിലത്തുൻ നാസിബ എന്നാണ്. വുജൂഹു യൗമഇദിൻ ഖാശിഅ, അവരുടെ മുഖങ്ങൾ വളരെ അധികം അപമാനിതരായിട്ടുണ്ടാകുമെന്നാണ്. കർമ്മങ്ങൾ ചെയ്യാത്തവരല്ല, ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അതൊന്നും സ്വീകരിക്കപ്പെടാതെ പരലോകത്ത് വെച്ച് നിന്ദിക്കപ്പെടുന്ന സാഹചര്യമാണ് അവർക്കുള്ളത്. ആ രൂപത്തിൽ നമ്മൾ മാറാൻ പാടുണ്ടോ? ഒരിക്കലും അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല.
സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ചെയ്തു പോയ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പരലോകത്ത് നഷ്ടക്കാരനായി ഭവിക്കുന്ന ദുരന്തപൂർണമായ ഒരു പര്യവസാനം അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് നാം ചെയ്യുന്നതൊക്കെയും റബ്ബ് സ്വീകരിക്കണം എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോമ്പ് എന്തായിരിക്കണം? ആ നോമ്പിന് മുമ്പ് നമ്മൾ തിരുത്തേണ്ടുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? അതിനെക്കുറിച്ചുള്ള ഒരു പഠനം അത്യാവശ്യമല്ലേ? ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ എവിടെയാണ് തകരാറെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏത് ഐറ്റമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം തരുന്നത് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഭൗതികമായ കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ പാരത്രികമായ വിഷയത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു തക്കാളി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ 3 കിലോ 100 രൂപത്തിൽ തക്കാളികൾ വിൽക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് പോലും 3 കിലോ 100 എന്ന് പറഞ്ഞ് വിൽക്കുന്ന സമയത്ത് പോലും തക്കാളി ഇങ്ങനെ വാരി ആ തുലാസിലെടുത്ത് വെക്കുമ്പോൾ അതിലൊരു ചീന തക്കാളി നമ്മൾ കണ്ടാൽ 100 രൂപയ്ക്ക് 3 കിലോ കിട്ടിയാൽ പോലും ആ ചീന തക്കാളി എടുത്ത് മാറ്റി കച്ചവടക്കാരനോട് നല്ലത് വെക്കാൻ പറയാറില്ലേ? വെക്കാൻ പറയാറുണ്ട്. 5 കിലോ 100 എന്ന് പറഞ്ഞിട്ട് സവാള അങ്ങനെ വാരിക്കോരി വിതരണം ചെയ്യുന്ന ഒരു കാലം, ഒരു സമയം വരും. ആ സമയത്ത് പോലും നല്ല സവാള വെക്കാൻ നമ്മൾ എടുത്തു പറയാറുണ്ട്, ഇല്ലേ? ഈ മതത്തിന്റെ കാര്യത്തിൽ ഈ ഒരു ജാഗ്രത നമുക്കുണ്ടോ? ദീനിന്റെ വിഷയത്തിലുണ്ടോ? എന്റെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിക്കാത്ത വല്ലതും എന്റെ ജീവിതത്തിലുണ്ടോ? പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ഞാൻ ദീനിൽ അത് ദീനാണെന്ന് വിചാരിച്ചു കൊണ്ടു നടക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊന്നും സ്വീകരിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഈ ശബ്ദത്തിലൂടെ, എന്റെ ഈ സംസാരത്തിലൂടെ നിങ്ങൾ വിനയത്തോടുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്ന ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്താണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഈമാനൻ വഹ്തിസാബാ, വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നോമ്പെടുക്കേണ്ടത്. എന്തായിരിക്കണം നമ്മുടെ വിശ്വാസം? പടച്ച റബ്ബാണ് ഈ നോമ്പിന്റെ പ്രതിഫലം തരുന്നത്. അത് മാത്രം മതിയോ? പോരാ, മറിച്ച് അല്ലാഹുവിലുള്ള നമ്മുടെ വിശ്വാസം ശരിയാകണം. ആ വിശ്വാസത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ കടന്നു വന്നാൽ അല്ലാഹു സ്വീകരിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? അതെ, അവർ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമെന്നും അവസാനം അവർ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാറി പറക്കുന്ന ധൂളികളാക്കി മാറ്റുമെന്നും പറഞ്ഞ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയവരുടെ അവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിക്കാൻ പാടുണ്ടോ സഹോദരങ്ങളെ? ഒന്നെന്താണ്? നമ്മുടെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും ഒക്കെ കലർന്നിട്ടുണ്ടോ? പരിശോധിച്ചു നോക്കേണ്ടതുണ്ട്. അതെവിടെയാ പരിശോധിക്കേണ്ടത്? ലബോറട്ടറിയിലേക്ക് പോകേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ടെസ്റ്റുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടതുണ്ടോ? ഒന്നും വേണ്ട. നിന്റെ വിശ്വാസം, നിന്റെ ജീവിതത്തിൽ അല്ലാഹു നിനക്ക് അവതരിപ്പിച്ചു തന്ന നിന്റെ വിശ്വാസത്തിന്റെ ഭരണഘടനയായ പരിശുദ്ധ ഖുർആനുമായി താരതമ്യം ചെയ്യുക, ഒത്തുനോക്കുക. നിന്റെ വിശ്വാസം അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെയാണോ? അൻതുമിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ലോകത്തിന്റെ പ്രവാചകൻ വിശ്വസിച്ചതുപോലെയാണോ? നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അന്ത്യനാളിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ലോകത്തിന്റെ പ്രവാചകൻ വിശ്വസിച്ചതുപോലെയാണോ? അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശ്വാസം, ആ വിശ്വാസത്തെ അത് ആ രൂപത്തിൽ തന്നെ അണുക്കിട തെറ്റാതെ ജീവിതത്തിൽ പകർത്തുന്നവൻ ആരാണോ അവർക്കാകുന്ന സഹോദരങ്ങളെ അവരുടെ കർമ്മങ്ങളാണ് പടച്ചോൻ സ്വീകരിക്കുക. എന്താ സംശയം? ഒന്ന് പരിശോധിക്കാം.
ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നീ ആരോടാണ് നിന്റെ പ്രശ്നങ്ങൾ? അല്ലാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും നീ ഇത് പങ്കുവെക്കാറുണ്ടോ? നീ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചറപ്പല്ലാത്ത ശക്തികളിലേക്ക്, വ്യക്തികളിലേക്ക് നിന്റെ പ്രാർത്ഥനകൾ നീ സമർപ്പിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം എന്താ? ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ മരണക്കിടക്കയിൽ പോലും അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് എന്നത് വ്യക്തമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് സൃഷ്ടിചരാചരങ്ങൾ, മനുഷ്യരുടെ കാര്യം അവിടെ വെക്കാം, മനുഷ്യരുടെ കാര്യം അവിടെ വെക്കാം, ജന്തുജാലങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പർവ്വതങ്ങൾ ദാവൂദ് നബി അലൈഹിസ്സലാമിനോടൊപ്പം തസ്ബീഹ് നടത്തിയിട്ടില്ലേ? ഉണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. പക്ഷിമൃഗാദികൾ അവർക്കറിയാവുന്ന പടച്ചറവ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും നടത്തുന്നില്ലേ? കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വ തസ്ബീഹഹു. ഖുർആൻ പറഞ്ഞതല്ലേ എല്ലാ വസ്തുചരാചരങ്ങൾക്കും എങ്ങനെയാണ് പടച്ചറബിനോട് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് റബ്ബിനെ പ്രകീർത്തിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. ഉറുമ്പുകൾക്കറിയാം ആരോടാ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ ചില മനുഷ്യർക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും തർക്കത്തിലാണ് ആരോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണോ, അതല്ല അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? തർക്കമാണ്, സംവാദങ്ങളാണ്. ഖുർആനിലെ ആയത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവുകൾ ഓതുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാരെയും വിമർശിക്കാനല്ല, ആത്മാർത്ഥമായി സ്വന്തം നഫ്സിനോട്, സ്വന്തം ആത്മാവിനോട് ചോദിച്ചു നോക്കുക. ഖുർആൻ പറയാണ്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ നബിയേ, പ്രഖ്യാപിക്കൂ നബിയേ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അവനല്ലാത്ത ഒരാളോടും ഞാൻ പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവനാവുകയില്ല. പടച്ചോനെ പങ്കു ചേർക്കൂല. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ പങ്കു ചേർക്കലാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ഉറുമ്പിന്റെ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹായ ഒരു സംഭവം. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ കടുത്ത വരൾച്ച ഉണ്ടായി. പ്രാർത്ഥിക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടി ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാം പരിവാരങ്ങളും കൂടി പോവുകയാണ്. പോകുന്ന സന്ദർഭത്തിൽ അതാ ഒരു ഉറുമ്പ്, ആ ഉറുമ്പിന്റെ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. ഖുർആനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഉറുമ്പിന്റെ ശബ്ദം കേൾക്കാൻ ഒരു ഉറുമ്പ് മലർന്നു കിടന്ന് അതിന്റെ കാലുകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ലോകം സൃഷ്ടിച്ചവനെ, പരിപാലിക്കുന്നവനെ, മനുഷ്യർക്ക് മാത്രമല്ല റബ്ബേ, വെള്ളം ഞങ്ങൾക്കും ആവശ്യമാണ് റബ്ബേ. അതുകൊണ്ട് നിന്റെ സൃഷ്ടിചരാചരങ്ങളായ ഞങ്ങളെയും നീ പരിഗണിക്കണം പടച്ചവനെ. ആരാ പറയുന്നത്? കുഞ്ഞുറുമ്പ് പ്രാർത്ഥിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തത് കൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം അത് കേട്ടു. എന്നിട്ട് എന്താ ജനങ്ങളോട് പറയുന്നറിയോ? മതി, പോകാം, ഇനി നമ്മൾ പ്രാർത്ഥിക്കാനൊന്നും പോകണ്ട. കാരണം അല്ലാഹു പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ കാര്യം പടച്ചോൻ സാധിപ്പിച്ചു തരാൻ പോവാണ്. കാരണം എന്താ? പടച്ചറപ്പിന്റെ സൃഷ്ടിചരാചരങ്ങളിലെ നിസാരനായ ഒരു ജീവി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടാണ് അദ്ദേഹം മടങ്ങി പോകുന്നതെങ്കിൽ ഈ ലോകത്തുള്ള സൃഷ്ടിചരാചരങ്ങൾക്ക് വരെ അറിയാം ആരോട് പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ തർക്കം കൂടാണ്. ആരോട് പ്രാർത്ഥിക്കണം? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ? മരിച്ചവരോട് തേടാമോ? ഖബറിന്റെ അടുത്ത് പോകാമോ? സുബ്ഹാനല്ലാഹ്, എന്തൊരു തർക്കമാണ്! നമുക്കറിയില്ല സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഇതിനെന്ത് ഗൗരവമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി സംസാരം നമുക്ക് നമസ്കാരത്തിന് ശേഷം ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമസ്കരിക്കാത്തവർ എത്രയും വേഗം നമസ്കരിച്ച് വേഗം തിരിച്ചു വരിക എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടിക്ക് പറയാതെ അങ്ങനെ അങ്ങ് പോയാൽ വെള്ളം ഒഴിച്ചാൽ
അല്ല ഇവിടെ നാട്ടിൽ ഏത് വോയിസോ ഇല്ല തമിഴ് പാർട്ടിക്കാർ തൊട്ടടുത്താണല്ലോ ഈ പാർട്ടിക്കുള്ളതാണ് ഇത് വരയുടെ ആണോ ഞാൻ കുളത്തോട്ടില്ല മലയാളിയാ ഒരു അറിയത്തില്ല ചിലപ്പോൾ അമ്മയെ കാണാൻ പോയി കാണും പിന്നെ അവൻ്റെ അസാദിൻ്റെ നമ്പർ തരാം അവൻ വിളിച്ച് ചോദിക്കാവോ ഞങ്ങളെ സൂര്യനാടും അങ്ങനെയൊക്കെ തന്നെ ഇവരുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ ഇവരുടെ നാട്ടിലും ക്രിസ്ത്യാനിറ്റികളുണ്ട് പേന ഉണ്ടോ പേന ഉണ്ടോ